ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10. ഇരുപത്തിനാലാം അധ്യായം. ഗോവർദ്ധന പൂജ. ശ്രീശുകൻ പറഞ്ഞു, ഭഗവാനും ജ്യേഷ്ഠനും വൃന്ദാവനത്തിലിരിക്കവേ കണ്ടെത്തിനാർ ഇന്ദ്രയാഗത്തിനു പോകുന്ന ഗോപരെ. നന്ദഗോപൻ തൊട്ടവരോടന്വേഷിച്ചു വിനീതനായി, സർവജ്ഞൻ ഭഗവാൻ സർവാത്മാവ് എല്ലാം കാൺമിതെങ്കിലും അച്ഛാ പറക നിങ്ങൾക്കെന്താണീ വല്ലാത്ത സംഭ്രമം? യാഗമോ? എന്തിനാരർഹൻ? ഏതു ദേവത സാധനം? എനിക്കു കേട്ടാൽ കൊള്ളാമെന്നുണ്ടച്ഛാ വിവരിക്കണേ. എങ്ങും ആത്മാവിനെ കാൺമോർക്കില്ലല്ലോ ഗോപ്യമൊന്നുമേ. ശത്രുബന്ധു ഉദാസീനൻ എൻ്റെ നിൻ്റെയുമറ്റവർ തന്നെ സുഹൃത്തിൽ കാണുന്നു, മൗഢ്യത്തിൽ കാൺമു ശത്രുവേ. ജനം ചെയ്യുന്നു കർമ്മങ്ങൾ അറിഞ്ഞുമറിയാതെയും, അറിഞ്ഞു ചെയ്ത ഫലമില്ലറിയാതുള്ള ചെയ്തിയിൽ. സുചിന്തിതം തന്നെയാണോ നിങ്ങളി ചെയ്തിടും ക്രതു? ലോകാചാരം മാത്രമാണോ? ശങ്ക തീർത്തു തരേണമേ. നന്ദൻ പറഞ്ഞു, മഴ പെയ്യിക്കും ഇന്ദ്രൻ്റെ ഇഷ്ടരൂപങ്ങൾ കാറുകൾ. പ്രാണികൾക്കവ നൽകുന്നു പ്രീതിതം ജീവനം ജലം. മഴ തന്നാഥനെ കുഞ്ഞേ പൂജിപ്പൂ ഞങ്ങൾ അന്യരും. മഴ കൊണ്ടുണ്ടായ സസ്യങ്ങളാൽ ചെയ്യും ക്രതുക്കളാൽ ത്രിവർഗഭോഗത്തിനായി യാഗോച്ഛിഷ്ടം ഭുജിപ്പു നാം. മനുഷ്യർ ചെയ്യുന്ന കർമ്മം ഫലിച്ചിടുന്നതിന്ദ്രനാൽ. കാമലോഭ ഭയദ്വേഷാൽ ഏവൻ കൈവിട്ടിടുന്നുവോ? പരമ്പരാധർമ്മം അവൻ പ്രശോഭിക്കില്ലൊരിക്കലും. ശ്രീശുകൻ പറഞ്ഞു, നന്ദാദി ഗോകുലസ്ഥന്മാരീ മട്ടിലുരിയാടവേ ഇന്ദ്രൻ ഗോപിക്കുവാൻ വേണ്ടി അച്ഛനോടോതി കേശവൻ. ഭഗവാൻ പറഞ്ഞു, കർമ്മത്താൽ ജാതരായി കർമ്മത്താൽ മരിക്കുന്നു ജീവികൾ. സുഖം ദുഃഖം ഭയം ക്ഷേമം സകലം കർമ്മഹേതുകം. ഉണ്ടൊരീശൻ കർമ്മഫലം നൽകുവാൻ എന്നിരിക്കുകിൽ ഭജിപ്പൂ കർമ്മിയെ അവൻ അകർത്തൃപ്രഭുവല്ലവൻ. പൂർവകർമ്മപ്രേരിതരായി കർമ്മം ചെയ്യും മനുഷ്യരെ വഴിമാറ്റാൻ ഇന്ദ്രനാളല്ലെങ്കിൽ പിന്നെന്തിനാണവൻ? സ്വഭാവമനുവർത്തിപ്പോ സ്വഭാവത്താൽ നിയന്ത്രിതൻ. സ്വഭാവബദ്ധരി സർവദേവാസുരമനുഷ്യരും കാണാം നേടിവിടും വാഴ്വിൽ കർമ്മത്തിൻ മേന്മതാഴ്മകൾ. കർമ്മമേ ശത്രുമിത്രോദാസീനരും ഗുരുദൈവവും. ചെയ്യണം വാസനാധീനൻ കർമ്മത്താൽ കർമ്മപൂജനം. ഏതിനാൽ സസുഖം വാഴ്വിതേ പ്രാണിക്കു ദൈവതം. ഒന്നുകൊണ്ട് ഉപജീവിക്കേ വേശ്യചാരനയെന്ന പോൽ മറ്റൊന്നിനെ പോയി പൂജിച്ചാൽ ക്ഷേമം നേടില്ലൊരിക്കലും. വേദം പഠിക്കണം വിപ്രൻ, ഭൂമി പാലിക്കണം നൃപൻ, വൈശ്യൻ ചെയ്തിടണം വാർത്താശൂദ്രനോ ദ്വിജസേവയും. വ്യാപാരം കൃഷി ഗോരക്ഷ പലിശയ്ക്കു കൊടുക്കലും വാർത്ത 4 വിധം നമ്മൾ ഗോരക്ഷയെ വരിച്ചവർ. സത്വാൽ രജസാൽ തമസാൽ ഉൽപ്പത്തി സ്ഥിതി സംഹൃതി. രജസ് സംസർഗജാതങ്ങൾ വിശ്വവൈവിധ്യമത്രയും. രജപ്രേരണയാൽ മേഘം ചൊരിവൂ വെള്ളമെങ്ങുമേ. പ്രാണിക്കതേകുന്നു സുഖം ഇന്ദ്രനെന്തുള്ളു പങ്കിതിൽ. അച്ഛാ നമുക്കില്ല ഗൃഹം ഗ്രാമം ജനപദം പുരം. കാടേ പാർപ്പിടമാം നമ്മൾ വനശൈല നിവാസികൾ. അതിനാൽ ഗോബ്രാഹ്മണാദികൾക്കായി ചെയ്യേണ്ടു നാം മഖം. ഇന്ദ്രയാഗോപകരണങ്ങളാൽ ഞാൻ ചെയ്യുകീ മഖം. സൂപം വരെ പായസം തൊട്ടുണ്ടാക്കാം സർവഭക്ഷ്യവും. ഉണ്ടാക്കണം ഗോതമ്പപ്പം തൊട്ടെല്ലാ പലഹാരവും. വേദം ചൊല്ലി തീയിൽ വിപ്രൻ ഹോമിക്കട്ടെ യഥാവിധി. അവർക്കു നൽകണം നിങ്ങൾ പശുദക്ഷിണ സദ്യയും. ഭ്രഷ്ടനും ചണ്ടാളനും ശ്വാവിനും ചോറു കൊടുക്കണം. അർപ്പിക്ക പൈക്കൾക്കു പുല്ലും ബലി ആ പർവ്വതത്തിനും. കുറിക്കൂട്ടാൽ നല്ല മുണ്ടാൽ ശോഭിപ്പോരൂൺ കഴിച്ചവർ. വലം വെപ്പിൻ നിങ്ങൾ അഗ്നി വിപ്രഗോ പർവ്വതങ്ങളെ. ഇതാണെൻ്റെ അഭിപ്രായം, ചെയ്യാമച്ഛാ രുചിക്കുകിൽ. ഗോബ്രാഹ്മണർക്കും അദ്രിക്കും എനിക്കും ഹൃദ്യമീ മഖം. ശ്രീശുകൻ പറഞ്ഞു, ഭഗവാൻ കാലസ്വരൂപി ഇന്ദ്രദർപ്പം തകർക്കുവാൻ ഇതോതിയിടവേ നന്ദാദി ശരിവെച്ചിടിനാരുടൻ. പുണ്യാഹശേഷം വിപ്രർക്കായി ഗിരിക്കായി ചെയ്തിതധ്വരം. ഇന്ദ്രയാഗത്തിൻ്റെ സംഭാരത്താൽ തന്നെ സമംഗളം.
ദാനങ്ങളും പശുക്കൾക്കു പച്ചപ്പുല്ലും കൊടുക്കവേ ഗോവർദ്ധനം വലവെച്ചു സാദരം പൈക്കളൊത്തവർ. വിപ്രരാശംസിച്ച കാളവണ്ടിയിൽ ഗോപർ ഗോപികൾ ശ്രീകൃഷ്ണ വൈഭവം പാടി സ്തുതിച്ചു മലചുറ്റവേ. ഗോപബോധ്യത്തിനു കൃഷ്ണൻ ബൃഹദ്രൂപം വരിച്ചുടൻ ഗോവർദ്ധനം ഞാൻ എന്നോതിയുണ്ടു നൈവേദ്യമത്രയും. നമ്മെ തുണയ്ക്കുവാൻ ശൈലമമ്പോ പ്രത്യക്ഷരൂപനായി എന്നാ രൂപത്തെ നമിച്ചാൻ കൃഷ്ണനും ഗോപരൊത്തുടൻ. കാമരൂപി ഇവൻ തന്നെ നമ്പായിൽ ഗോകുലീനരെ കൊല്ലും ഗോരക്ഷയോർത്തിദ്ദേഹത്തെ നമ്മൾ നമിക്കുക. അദ്രിഗോവിപ്രാധ്വരമിമ്മട്ടെന്നും മുഴുമിക്കവേ അത്വഗോവിപ്രാധ്വരം ഇമ്മട്ടെന്നു മുഴുമിക്കവേ കൃഷ്ണനും തൽപ്രേരിതരും തിരികെ പൂകി ഗോകുലം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.